ഇതൊക്കെയാണ് നമ്മുടെ ഓരോ അവസ്ഥകൾ. പിന്നെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, ഇതിപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ നഗരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് രണ്ട് കൂട്ടരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, ഇനി നമ്മുടെ അല്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നത് ഏത് വഴി. ഞാൻ അവിടുന്ന് രാവിലെ 10 മണി. അപ്പോൾ അവിടെ കണ്ടത് കൂടുതലും ബംഗാളികളാണ്. മലയാളികളും ഉണ്ട് കേട്ടോ. എൻ്റെ എൻജിനീയർമാർ, കോൺട്രാക്ടർമാർ, അതിലുള്ള ആൾക്കാരൊക്കെ അവർ മലയാളികൾ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇവർ പറഞ്ഞു കൊടുത്ത ഇൻസ്ട്രക്ഷൻ ആയിരിക്കില്ല ഇവർ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് എടുക്കുന്നത്. ഒരു ബാത്റൂമിൻ്റെ സൗകര്യം എത്രയും പെട്ടെന്ന് വേണമെന്നാണ് എൻ്റേതായ ഒരു അഭിപ്രായം. അല്ലാപ്പോൾ അതിൽ വേറെ പ്രത്യേകിച്ച്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പുഴയുടെ അരികിൽ നിളയുടെ തീരത്ത് ഒരു ഹോം സ്റ്റേ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം ഷൊർണൂരിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പാലത്തിൻ്റെ അടിയിലൂടെ നമുക്കൊന്ന് പോയോക്കാം. അപ്പോൾ ഷൊർണൂരിൻ്റെ കാഴ്ചകൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ. അപ്പോൾ ഇപ്പോൾ വന്നതും റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെയാണ്. നമ്മൾ അന്ന് പോയിരുന്ന അതേ വീട്ടിലത്തെ ഓട്ടം തന്നെയാണ് ഇപ്പോഴും ഇവിടേക്ക് വന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ വന്നണോ, ഏകദേശം ഒരു ഒരു 2 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പുഴയിൽ ഞാൻ നേരത്തെ വന്നാണ്. അപ്പോൾ കുറേ നേരം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാനത് ഇരുന്നത് അപ്പോഴത്തേക്കും ബാറ്ററി ഡൗൺ ആയി. ഇതൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഈ നായ പൂരം കാണാൻ പോയി എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഈ ഷൊർണൂരത്തെ ഭാരതപ്പുഴയത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം ഒന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ വന്ന് ആദ്യം ഇരുന്നപ്പോൾ 2-3 ട്രെയിൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ട്രെയിനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ട്രെയിനിനെ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം അത് വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് നൽകുക. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇവിടെ പിന്നെ പാലത്തിൻ്റെ കൈവരികൾ, അതേപോലെ തന്നെ പുഴ സംരക്ഷിക്കുന്ന പരിപാടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ, അതേപോലെ തന്നെ ഈ ഭാരതപ്പുഴയിൽ ഇത് ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 5:30 മണിയായിട്ടോ. അപ്പോൾ ഞാൻ 2:30 തൊട്ടിട്ട് 3 മണി വരെ ഇവിടെ തന്നെ ആയിരുന്നു. 3:30 തൊട്ടിട്ട് ഈ സമയം വരെയും ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ എത്തുന്നേരം മുകളിലായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അവിടെ പണിക്കാർ, ബംഗാളികളും അതേപോലെ മലയാളികളൊക്കെ കമ്മിയാണെന്ന് പറയാം. ഈ പടവിൻ്റെ പണിക്ക്, കരിങ്കല്ല്, വെട്ടുകല്ല്, അതിൻ്റെ പണിക്കൊക്കെ മലയാളികൾ തന്നെയാണ്. കാരണം അളവും കാര്യങ്ങളൊക്കെ പണി പാളും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു കാര്യം പറയാമെന്ന് കരുതിയതാണ്. അപ്പോൾ കൂടുതലും ബംഗാളികളാണ് നമ്മുടെ നാട്ടിൽ ഓരോ കൺസ്ട്രക്ഷൻ വർക്കിനും അതേപോലെ വീട് പണിക്കും ഏതിനും ബംഗാളികളാണ്. അവർക്ക് മുതലാളി പറഞ്ഞു കൊടുത്ത ആ കാര്യം, ഇപ്പോൾ മഴയത്ത് ചെടി നനയ്ക്കുന്ന ഒരു ബംഗാളി നമ്മൾ വീഡിയോയിൽ ഫേസ്ബുക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വലിയ ഉത്തരവാദിത്തം എന്ന് തീരല്ല. അപ്പോൾ ഈ പാലങ്ങളൊക്കെ ഇപ്പോൾ അപ്പുറത്ത് പാലം പണി എടുക്കുന്നുണ്ട്, പുതിയ മേൽപ്പാലം റെയിൽവേൻ്റെ 2 വരി. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തീവണ്ടി പോണത് വലതുവശത്തുകൂടി ഇടതുവശത്തുകൂടിയാണ്. അപ്പോൾ ഇനി എങ്ങനെ വേണമെങ്കിലും അവർക്ക് പോവാം, റൂട്ട് മാറ്റിയിട്ട്, അതായത് തിരക്കില്ലാതെ പോവാം ഷൊർണൂരിൽ നിന്ന് ഏത് വഴിക്കും. അപ്പോൾ അവിടെ കണ്ടത് കൂടുതലും ബംഗാളികളാണ്. മലയാളികളും ഉണ്ട് കേട്ടോ. എൻ്റെ എൻജിനീയർമാർ, കോൺട്രാക്ടർമാർ, അതിലുള്ള ആൾക്കാരൊക്കെ അവർ മലയാളികൾ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇവർ പറഞ്ഞു കൊടുത്ത ഇൻസ്ട്രക്ഷൻ ആയിരിക്കില്ല ഇവർ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഞാനിപ്പോൾ അവർ പാലം പണി എടുത്തുകൊണ്ട് അപകടം ഉണ്ടായി എന്നല്ല പറഞ്ഞത്. മലയാളികൾ എടുത്തത് മോശമായി ഒന്നും അല്ല കേട്ടോ. പക്ഷെ എന്നിരുന്നാലും
നമ്മുടെ മലയാളികൾക്ക് ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ മലയാളികൾ എന്ത് ചെയ്യുകയാണെങ്കിലും അവരത് പിന്നെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് മാത്രമാണ് അവർ ഏതൊരു ജോലി ചെയ്യാറുള്ളത്. അതുകൊണ്ട് കൂടുതൽ അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ബംഗാളികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹോട്ടലിൽ നിന്നിപ്പോൾ നമ്മൾ ഒറ്റപ്പാലം കഴിഞ്ഞ് പിന്നെ വള്ളുവനാട് കഴിഞ്ഞിട്ടൊരു കുറച്ച് 1/2 കിലോമീറ്റർ എത്തുന്നതിൻ്റെ മുന്നേ ഒരു ഹോട്ടലുണ്ടായിരുന്നു, മുറ്റം എന്ന് പറഞ്ഞിട്ട്, മുറ്റം ഡിന്നർ എന്ന് പറഞ്ഞിട്ട്. നമ്മളതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ അവിടുത്തെ പിന്നെ എന്താ പറയുക, ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു, ഞാനടക്കം. ആ വീട്ടിലത്തെ 3 പേരും പിന്നെ അവരെ ഫാമിലിയിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 5 ആളുണ്ടായിരുന്നു. 5 ആൾക്ക് ചോറ് പറഞ്ഞു. അപ്പോൾ 3 മണിക്കാണ് ട്രെയിന്. അപ്പോൾ 2 മണി 1:45 ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ, വള്ളുവനാട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ പൊതുവേ അവർ ആരായാലും ഇപ്പോൾ വലിയ വലിയ ആൾക്കാരാണെങ്കിൽ പോലും അവരൊക്കെ സമയത്തിന് വലിയ എന്താ പറയുക ലാഭം കണക്കൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. അത് അവരുടെ വിലയാണ്, അവരുടെ സമയത്തിൻ്റെ പൈസയുടെ ജോലിയുടെ ഒക്കെ ഭാരമായിരിക്കാമെന്ന് കരുതാം. എന്തോ നമ്മളതിൽ നിന്നും പറയുന്നില്ല. പക്ഷെ ചോറ് വരാൻ കുറേ വഴുകി. അപ്പോൾ ആദ്യം ഞങ്ങൾ വന്നിട്ട് പിന്നെ വന്നവർക്കൊക്കെ ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 5 ചോറ് എന്ന് പറയുമ്പോൾ അത് പാക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളത് സാധനങ്ങൾ വിളമ്പാനും ഇന്നൊക്കെ ബംഗാളികളെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കൊടുന്നതും ബംഗാളികളാണ്, അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിലും കൂടിയും ഭക്ഷണം കഴിക്കുമ്പോൾ മലയാളിയുടെ ഒരു രുചി എന്ന് ഇല്ല ശരിക്കും. അതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന ആളുകളൊക്കെ കൂടുതലും ഈ ഹിറ്റാച്ചി പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് പണി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും മലയാളികളാണ് കേട്ടോ. അപ്പോൾ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ എന്താ പറയുക പിന്നെ മടിയന്മാരായി തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളാണ് ഈ ബംഗാളികൾ നമ്മളെ തോൽപ്പിച്ചുകൊണ്ട് പണിയെടുക്കുക. അപ്പോൾ ബംഗാളികൾക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്നടക്കം പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാൻ കിട്ടുന്നത് നമ്മുടെ മലയാളികളാണ് ശരിക്കും ആകെ ബുദ്ധിമുട്ടിക്കൊണ്ട് നടക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ അതൊക്കെ ഓരോ നമ്മൾ പഠിപ്പിച്ചതാണ്, നമ്മുടെ ശീലങ്ങളാണൊക്കെ. കാരണം ബംഗാളികൾ വരിക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പകുതി പണി കുറയുമല്ലോ. ഭയ്യ എടുക്ക്, അത് എടുക്ക്, ഇതെടുക്ക് എന്ന് പറഞ്ഞാൽ മതി. അവരതേപോലെ എടുക്കും. പക്ഷെ നമ്മൾ എടുക്കണ മാതിരി ആയിരിക്കില്ല അവരെടുക്കണേ. അവർക്ക് അവരുടേതായ രീതി, അവർക്ക് അവരുടേതായ ശൈലി. എന്തായാലും നമ്മളെ ഈ ഷൊർണൂരിൻ്റെ കാഴ്ച എന്ന് പറയുമ്പോൾ എന്താ പറയുക, അടിപൊളി മനോഹരം തന്നെയാണ്. ഒന്നും കൂടി മനോഹരമാക്കാൻ പോവുകയാണ്. ഇവിടെ ഈ കൈവരികളൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കൈവരികളൊക്കെ ഒന്നും കൂടി പിന്നെ എന്താ പറയുക കരിങ്കല്ലുകൊണ്ട് പടുത്ത് അടിപൊളിയാക്കി മണൽ അല്ലെങ്കിൽ മണ്ണ് ഒക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ഹിറ്റാച്ചി. അപ്പോൾ ഒന്നും കൂടി സെറ്റപ്പ് ആവാനുള്ള പരിപാടി തന്നെയാണ്. പിന്നെ നമ്മൾ നിൽക്കുന്നത് ഈ ഷൊർണൂരിൻ്റെ നീളാതീരത്തിൻ്റെ ഇടതുവശത്ത് ഒരു ശ്മശാനമുണ്ട്. നമ്മളൊക്കെ ഈ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല, എന്നാലും ഇപ്പോൾ പറയാം. നമ്മളൊക്കെ ഈ വെട്ടിപ്പിടിച്ചുണ്ടാക്കണത് അല്ലെങ്കിൽ പിന്നെ എല്ലാം നമ്മളെ ഉള്ളം കയ്യിൽ ഒതുക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകണം എന്താണെന്ന് അറിയാത്തത്. നമ്മൾ വെറും ചാരമായിട്ടാണ്. ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു 3, 4, 5 ആംബുലൻസുകൾ ഇങ്ങനെ വരിവരിയായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കണത് എന്താ വെച്ചാൽ നമ്മളൊക്കെ എന്നാണാവോ അങ്ങനെ ഒന്ന് പോവുക. നമ്മൾ പറഞ്ഞാൽ ഞാനാട്ടോ, നിങ്ങളല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലും കൂടിയാണ് ഇപ്പോൾ നമ്മളെ മലയാളികൾ. ഇപ്പോൾ ശരിക്കും ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷൊർണൂർ നഗരസഭ വൃത്തി വീടിന് അലങ്കാരം നാടിന് അഭിമാനം, നല്ലൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം ഏകദേശം 5:30 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മണ്ണാർക്കാട്ടേക്ക് എത്തണം. അപ്പോൾ എത്തുക മാത്രമല്ല ഇവിടുന്ന് ഇപ്പോൾ ഒരുപാട് ദൂരം ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടെ ചീണകതൊക്കെ നമുക്ക് നോക്കിയിട്ടൊന്ന് പോവാം. അപ്പോൾ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോയേക്കാം. അവിടെ മണലിൽ വണ്ടി ഇറക്കുകയോ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ കടലിൽ ചില ആൾക്കാർ കടൽ കാണാൻ പോയിട്ട് വണ്ടി ഇറക്കിയിട്ട് ആകെ പെട്ട് കിടക്കുന്ന സീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതേപോലുള്ള ഒരു അവസ്ഥയായിരിക്കും നമുക്ക് വരിക. അപ്പോൾ നമ്മൾ അതിസാഹസികമായിട്ടൊന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ കാണാനുള്ളത് അതൊന്നുകൂടി കാണാം. അപ്പോൾ ഇവിടെയൊക്കെ എന്താ പറയുക, ഈ പിന്നെ ഐസ്ക്രീമും കടലയും അതേപോലെ ഒരുപാട് ആളുകൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. പ്രധാനമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ രീതി ശരിയല്ല, അതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റോഡിൻ്റെ പണി ഇപ്പോൾ പാടായിട്ടാണ്. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വിളിക്കുമ്പോൾ അവിടെ തിരുവാതിര കളിക്കാം. ശരിയൊക്കെ
ഇൻ്റെ വണ്ടി ഒതുക്കി എടുത്തിരുന്നു. അപ്പോൾ ഈ കാറുകാരൊക്കെ ചെയ്ത പരിപാടി നോക്കും. കാരണം അവർക്കൊക്കെ അടുപ്പിലും തൂറാന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഈ ബംഗാളികളെ പണിക്ക് നിർത്തിയാലേ അവർ എന്താ പറയുക, അവർക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഐഡിയാസ് അറിയില്ല. ശരിക്കും അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് പറഞ്ഞു കൊടുത്താലും, അതായത് എൻജിനീയർമാർ പറഞ്ഞു കൊടുത്താലും ഒരു പക്ഷേ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഇതെങ്ങനെയാണ് അതിൻ്റെ വിദ്യ എന്നൊക്കെ. അപ്പോൾ എന്തിനും ഏതിനും മലയാളികൾ തന്നെയാണ് ബെറ്റർ. മലയാളികളെ ആയിട്ട് തന്നെ ഇല്ലാതെ അന്യോന്യം കുറ്റം പറയാണ്, അല്ലാതെ വേറൊന്നുമില്ല, ഒന്നും അഭിനന്ദിക്കുന്നില്ല. എന്നാൽ ബംഗാളികൾ അങ്ങനെയല്ല, അവരെ തന്നെ ശരിക്കും അഭിനന്ദിക്കുകയും സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അവരിങ്ങനെ മുന്നേറുന്നത്. നമുക്ക് പിന്നെ കുറ്റങ്ങൾ മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഒരു ലാസ്റ്റ് ട്രെയിനിനെ കണ്ടിട്ട് പോവാം. ഇവിടെ ഒന്നും കൂടി അടുത്തായിട്ടോ നമ്മൾ. അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ട്രെയിനും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാം. അപ്പോൾ ഈ ട്രെയിനുമായിട്ട് ഞാൻ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു ഇങ്ങോട്ട്. അപ്പോൾ ട്രെയിനുമായിട്ടുള്ള ബന്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ആദ്യമായിട്ട് ഒരാളെ ഞാൻ അന്ന് പറഞ്ഞു, ഒരാളെ അന്ന് സ്നേഹിച്ചിരുന്നു, നമ്മുടെ ആത്മാർത്ഥമായിട്ട് വഞ്ചിച്ചു പോയിന്ന്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം കൂടിയും പറയാം, തെറ്റ് ഞങ്ങളുടെ 2 പേരുടെയും കയ്യിലുണ്ട്. അല്ല അപ്പോൾ ഒരാളുടെ 2 കൈയും കൂട്ടി അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ രണ്ടാളെടുത്തുണ്ട്. രണ്ടാളും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു, ഒരാൾ ഒഴിവാക്കാൻ ശ്രമിച്ചു, അതാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ശരിക്കും എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, മോട്ടിവേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ആവരുത്, നീ അങ്ങനെ ആവണം എന്നുള്ളതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. ഒക്കെ നമ്മൾ ഒരാൾ കേടുവരാനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഏതൊരാളും, നമ്മളിപ്പോൾ പുറത്തത്തേന്നോ കുടുംബത്തേന്നോ അല്ല, ഏതൊരാളും ഏതൊരു വ്യക്തി ഒരാൾ പകുതി നശിച്ച് കാണാൻ അവൻ്റെ മനസ്സ് അതാണ് സന്തോഷിക്കുന്നത്, അവൻ്റെ മനസ്സിന് അതാണ് ഏറ്റവും താല്പര്യം എന്നാണ് അത് പൊതുവേ ഉള്ള ഏകദേശമുള്ള സർവേകൾ നമ്മളത് മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നമ്മുടെ കൂടെ ഇവർക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായാലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം പച്ച പിടിച്ചാലോ എന്നൊക്കെ കരുതി ആ കുടുംബത്തിലുണ്ട്. ഞങ്ങളുടേതായ ആ രീതിയുണ്ട്, ഏത് ഹിന്ദുക്കളുടേതായ രീതിയിൽ. ശരിക്കും ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ജന്തുക്കളാണ്. കാരണം ജന്തുക്കളാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ കുറച്ച് അധികമായി പോകും. അപ്പോൾ ഹിന്ദുക്കൾ തന്നെ കണ്ടുകൂടാ. ഹിന്ദുക്കൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മലയാളികളെ തന്നെ കുറ്റം പറഞ്ഞിട്ട് അവരുടേതായ ആ എല്ലാം കളയാണ് മറ്റുള്ളവരെ മുന്നിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ പുറത്തുള്ള ആൾക്കാരൊന്നുമല്ല, ഒക്കെ നമ്മുടേതായ ആൾക്കാരാണ്. അപ്പോൾ ഇവരൊന്നും നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവോ, അല്ലെങ്കിൽ ഇവരൊന്നും നമ്മുടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനോ ഉള്ള ഒരു ഇതില്ല. എന്നിരുന്നാലും നമുക്കെന്തോ അതിലൊന്നും കുഴപ്പമില്ല. പിന്നെ ഓരോ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും പറയും അതൊക്കെ എൻ്റെ വിധിയാണ്, അതൊക്കെ നമുക്ക് യോഗമല്ല എന്നൊക്കെ പറയും. എന്തോ ചിലപ്പോൾ യോഗമില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ യോഗം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ നമ്മളത് അറിയാതെ നമ്മളത് പറയാതെ, അല്ലെങ്കിൽ നമുക്കത് കിട്ടാതെ പോകുന്ന സംഭവം കൂടിയാവും. അപ്പോൾ ഇതിൽ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ രണ്ടുപേരെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നാണ്, ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. അതാവും ഒരു കാരണമില്ലാതെ ഭാര്യ ഭർത്താവിന് ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തു. അപ്പോൾ എന്താണ് ചോദിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, കൗൺസിലിങ്ങിന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താണ് നിങ്ങളുടെ പ്രശ്നം ചോദിച്ചപ്പോൾ, എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല, ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതപ്പോൾ എന്താണ് സംഭവം എന്ന് നമുക്ക് തന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല. ഒരാളെ വല്ലാണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മാനസിക രോഗമല്ല. പക്ഷെ എന്നിരുന്നാലും അവരുടെ ഉള്ളിൽ അവരുണ്ടായിരിക്കാമെന്നാവും. നമ്മളിപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കൂടി നമ്മൾ ഇരിക്കും, അത് കഴിഞ്ഞ് നമ്മളങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് പോകും. എന്നിരുന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അന്യനാട്ടിൽ പോയിരുന്നാൽ അവിടെ വലിയ മനോഹരമാവും, നമ്മുടെ നാട്ടിൽ പോയാൽ ചിലർ പറയും ഒരു മനോഹരമല്ല. പക്ഷെ നമ്മുടെ നാടിനേക്കാളും വലിയ മനോഹരം എവിടെയാണുള്ളത്? എന്തായാലും നമുക്കൊരു ട്രെയിനും കൂടി വരട്ടെ. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 4-5 ട്രെയിനിനെ അവിടെ കണ്ടു. അപ്പോൾ ട്രെയിനിനെ എത്ര കണ്ടാലും മതിയാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓരോ അവസ്ഥകൾ. പിന്നെ ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, ഇതിപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ട്, നമ്മുടെ നഗരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് 2 കൂട്ടരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, ഇനി നമ്മുടെ അല്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്,
ഇപ്പോൾ ഞാൻ അവിടുന്ന് രാവിലെ 10 മണിക്ക് പോകുന്നതാണ്. 10 മണിക്ക് പോകുന്നിട്ട് ഇപ്പോൾ സമയം ഏകദേശം 5:45. ഈ 5:45 വരെ ഒരു വ്യക്തി പോലും നീ എവിടെയാണ്, നീ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ പോലും നമ്മളെ തേടി വിളിച്ചിട്ടില്ല. എന്താണാവോ അതിൻ്റെ അവസ്ഥ എന്ന് അറിയണില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ഇത്ര നേരം ആരും വിളിക്കാല്ലാതെ ആരെങ്കിലും വിളിക്കും ചെയ്തിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ആരും വിളിക്കാനില്ല, ആരെയും വിളിക്കാനില്ല കേട്ടോ, അതും കൂടിയും പറയാം. അപ്പോൾ നമ്മളെ ഉള്ളൂ എന്നുള്ള ഒരൊറ്റ ചിന്തയുണ്ട്. ഇപ്പോൾ തിരിച്ച് വരുന്ന വഴിയിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുക അപ്പോഴും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ആർക്കും ഉണ്ടാവില്ല എന്നല്ല കേട്ടോ. ഞാൻ വിളിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും. ഇപ്പോൾ ഞാൻ മരിക്കാൻ പോവാന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാരെ ഒഴിവാക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്തെങ്കിലും സമൂഹത്തിൽ വല്ല തെറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. ഞാൻ അന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ആരെങ്കിലും വെറുപ്പിക്കുകയോ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ തമാശ രൂപേണ, അതും തമാശയായിട്ടും കൂടി ഇപ്പോൾ പറയുന്നില്ല. കാരണം ഒക്കെ മനസ്സിൽ ഈ എന്താ പറയുക അസ്വസ്ഥത കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചിരിക്കാനോ തമാശ പറയാനോ തോന്നില്ല. അത് ഞാൻ അങ്ങനെ ആയതാണോ ആക്കിയതാണോ എന്നറിയില്ല. എന്തായാലും കൂടുതൽ നമുക്ക് പോണ വഴിയിൽ പറയാം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണില്ല. ഇനിയിപ്പോൾ 5:45, 6:45, 7 മണിയാവും ഇപ്പോൾ നാട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഇനി പോകുമ്പോൾ ഏത് വഴിയാണ് പോകേണ്ടതെന്ന് തന്നെ അറിയില്ല. കാരണം ഇവിടെ മൊത്തം റോഡ് പണിയിലാണ്. തൃക്കടിയിൽ ചെർപ്പളശ്ശേരി റോഡ്, ഒറ്റപ്പാലം ആ റോഡും പണിയിലാണ്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ എന്താ പറയുക അമ്പലപ്പാറ വഴിയാണ് വന്നത്. അമ്പലപ്പാറ ഒറ്റപ്പാലം റോഡ് വഴിയാണ് വന്നത്. ആ റോഡ് ഇതിനും പറയും വേണ്ട, എന്നാൽ കുഴപ്പമില്ല എന്നും പറയാം, എന്നാൽ മോശമാണ് അതിന്.